ഇതുവരെയും കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ജനപ്രതിനിധി ഗൗരവമുണ്ടാക്കി ആ 19 കേസുകളിൽ ശ്രമം ലഹളയുണ്ടാക്കൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കൽ ഉൾപ്പെടെ 19 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ക്രൂരമായി മർദ്ദിക്കുകയും കുത്തിയിടുകയും ചെയ്യാം ഉണ്ടാക്കുന്നത് നടത്തുന്ന തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള ബഹുജന മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു മുന്നാലെ കടന്നു വരുന്നത്. ഗുണ്ടകൾക്ക് സംരക്ഷണം നൽകുന്ന ഉത്തരേന്ത്യൻ BJP രീതി ഈ തിരുവനന്തപുരം വന്നു കഴിഞ്ഞാലോ അവർ ഇതേപോലെ കാര്യങ്ങൾ പോകുന്നു. സെനറ്റിലേക്ക് 19 പേരെ തെരഞ്ഞെടുത്തത് RSS കൊടുത്ത ലിസ്റ്റിൽ നിന്ന് ഗവർണർ എടുത്തു എന്നുള്ള ആരോപണം നിൽക്കുകയാണ്. അതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ UDFോ കോൺഗ്രസോ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. ഇത് കേവലം തിരുവനന്തപുരം നഗരസഭയുടെ പ്രശ്നമല്ല. ഭരണം എന്ന് പറയുന്നത് BJPക്കും RSSനും കീഴ്പ്പെട്ട് എല്ലാം നടത്താൻ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി ഓരോന്നും ചെയ്യുന്നതിനെ തുടർന്ന് ഇവിടെയും എത്ര കാര്യങ്ങൾ വരും. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കാര്യം നേതാക്കൾ പങ്കെടുക്കുന്ന നഗരസഭയിലേക്കുള്ള ബഹുജന മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. ചുമത്തി ജയിലടക്കപ്പെട്ട BJP കൗൺസിലർ സുഗതൻ കുണ്ടെ എത്രയും വേഗം കൗൺസിലിൽ നിന്നും അടിച്ചു പുറത്താക്കൂ. BJP സമാധാനം പുലരട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്. LDF സിന്ദാബാദ്. ജയിലിലായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുകൊണ്ടല്ല, 4 കൊലപാതക ശ്രമം ഉൾപ്പെടെ 19 കേസിൽ പ്രതിയായതുകൊണ്ടാണ് കാപ്പ കേസിലകപ്പെട്ട് ജയിലിലായത് എന്നത് BJP നേതൃത്വം മനസ്സിലാക്കണം. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം കൗൺസിലറെ കൗൺസിലിൽ നിന്ന് പുറത്താക്കുന്നത് വരെയുള്ള നിരന്തരമായിട്ടുള്ള സമര പരിപാടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരും ദിവസങ്ങളിൽ നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോ വട്ടിയൂർക്കാവ് ജംഗ്ഷനില് പൊതുയോഗം നടത്തി, വായോട്ടുകോണം ജംഗ്ഷനില് പ്രതിഷേധ യോഗം നടത്തി. ഇവിടെ എല്ലാ വാർഡുകളിലും ഞങ്ങളുടെ പ്രകടനങ്ങളും പരിപാടികളും നടന്നു വരികയാണ്. അതിനെ തുടർന്നാണ് ഇന്ന് നഗരസഭയ്ക്ക് മുമ്പിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. നിങ്ങൾ പരിശോധിക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ നടക്കുന്ന റീൽസ് ഭരണമാണ്. രാവിലെ മേയറും ഡെപ്യൂട്ടി മേയറും കൂടെ വരും, ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ചെല്ലും, ഒരു ഫോട്ടോ എടുക്കും, അത് റീൽസായി പ്രസിദ്ധീകരിക്കുന്ന ഭരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതാനും ചെറിയ വോട്ടുകൾക്കാണ് ഭരണം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കാത്ത മുഴുവൻ കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾ അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കുകയാണ്. നമുക്ക് തിരുവനന്തപുരം നിവാസികൾ എന്ന് പറയുന്നത് തന്നെ, തലസ്ഥാന നഗരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് തന്നെ ഇന്നൊരു അപമാനമാണ്. BJP ഭരണ നേതൃത്വത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള നഗരസഭാ മാർച്ച് കടന്നു വരികയാണ്. ഈ പറയുന്ന കൊടുക്കമില്ലായിട്ടുള്ള കൗൺസിലറെ ഈ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി തയ്യാറാകണം. അതിനാവശ്യമായിട്ടുള്ള വലിയ ബഹുജന പ്രക്ഷോഭമാണ് പ്രിയമുള്ളവരെ നമ്മൾ നടത്തിയിരിക്കുന്നത്. ഈ തിരുവനന്തപുരം നഗരം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതെ ചീഞ്ഞു നാടുകയാണ്. വിവിധങ്ങളായിട്ടുള്ള അസുഖങ്ങൾ, ഡെങ്കു കേസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഷിഗല്ല ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നമ്മുടെ പല സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത സാഹചര്യം വന്നിരിക്കുകയാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നഗരവാസികൾ മുഴുവനായി രംഗത്ത് വന്നുകൊണ്ട് ഈ കെടുകാര്യസ്ഥത നിറഞ്ഞ തിരുവനന്തപുരം ഭരണസമിതിയെ പുറത്താക്കും വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം ഈ അവസരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനകത്ത് സഹായിച്ചുവെന്ന് പരസ്യമായി പറഞ്ഞതാണല്ലോ. ഇവിടെ നിയമ സീറ്റായാലും
കഴക്കൂട്ടം സീറ്റായാലും 30ഓളം സീറ്റുകളിലെ കണക്ക് വെച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. 10 വർഷക്കാലത്തെ ഞങ്ങളുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ LDF ഭരിക്കുമ്പോ എന്ത് തോന്നിയാസവും കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആ നഷ്ടം നികത്താൻ ഞങ്ങൾ UDF-നെ സഹായിച്ചു. അതുകൊണ്ടാണ് UDF വന്നത് എന്ന് പറയുന്ന BJP നേതാവിനെതിരെ ശക്തമായി പറയുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ കോൺഗ്രസ് നേതാക്കന്മാരോ തയ്യാറായിട്ടുണ്ടോ? അതുകൊണ്ട് അവര് ഈ കേസിലും അങ്ങനെ വലിയ ശക്തമായ നിലപാടെടുക്കുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. പക്ഷെ ഇവിടെ നിയമം അനുസരിച്ച് ഈ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറെ പുറത്താക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇങ്ങനെയുള്ള ആളുകൾ മുമ്പൊക്കെ ഈ നമ്മുടെ കോർപ്പറേഷനിൽ പ്രതിഷേധമൊക്കെ ഉണ്ടാവുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള പ്രതിഷേധം ഇവരൊക്കെ വന്നതിന് ശേഷം ഉണ്ടാവുന്നതെന്ന് കണ്ടു നമ്മൾ കഴിഞ്ഞു മറക്കാനായി. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആയുധങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഓരോ മുറിയിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബലം കൊണ്ടും ആയുധം കൊണ്ടും ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയിലേക്ക് RSS നയിക്കുന്ന BJP കേരളത്തിൽ പോവുകയാണ്. ആ BJP-യെ പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിക്കുന്ന നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായി ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങളുടെ നിലവാരം തകർന്നാൽ കേരളത്തിനെയാണ് ബാധിക്കുക. നിങ്ങളും ഞാനും അടങ്ങുന്ന നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കേണ്ട നഗരസഭയുടെ രാഷ്ട്രീയവും നഗരസഭയുടെ വികസനവും തകർന്നാൽ അത് നമ്മുടെ ഭാവി തലമുറയാണ് ബാധിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെയും ഭാവി തലമുറയെയും ബാധിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി ശരിയായ കാര്യങ്ങൾ തുറന്നു പറയാനും വിളിച്ചു പറയാനും ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്ന നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വളരെ പെട്ടെന്ന് തന്നെ വിളിച്ച് ഇങ്ങനെ സമരം പ്ലാൻ ചെയ്തപ്പോൾ ഇത്രയും പെട്ടെന്ന് ആളുകൾ വന്നത്. ഇവിടെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട തലത്തിലേക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനം നടത്തുകയാണ്. പക്ഷേ ആ തിരിച്ചടി ഉണ്ടായതുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടെന്നോ ജനങ്ങൾ പ്രതിഷേധത്തിന് വരില്ല എന്നോ ആരും വിചാരിക്കണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന പ്രതിഷേധമാണ് ഇവിടെ നടന്നത്. ഈ പ്രതിഷേധം മനസ്സിലാക്കി ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ കൗൺസിലറെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ മറ്റു നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായി ഇവരുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇപ്പോഴും നിൽക്കുന്ന പ്രവർത്തകരാണ് ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർമാർ. അങ്ങനെ നിന്നാലേ പറ്റൂ. അത് കൂടുതൽ ശക്തമായി കൊണ്ടുപോകുന്നതിന് പകരം ഇത്തരം ആളുകളെ കൊണ്ടുവരിക. ഇത്തരം ആളുകളെ കൊണ്ടുവന്നു എന്നുള്ളതിനകത്ത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, ഞങ്ങൾ ഈ വാർത്തകൾ വായിക്കുന്ന ആളുകൾ, നിങ്ങളും ഞങ്ങളും നമ്മളെല്ലാം വായിക്കുമ്പോൾ വട്ടിയൂർക്കാവിലെ ഈ സംഭവം അതിന് മുമ്പുണ്ടായ ചില പ്രശ്നങ്ങൾ ഒക്കെ സംബന്ധിച്ച് കേരളത്തിന്റെ DGP ആയിരുന്ന ഉയർന്ന ഒരു നേതാവ്, ഇപ്പൊ നേതാവ് അവര്, പക്ഷെ അവർ DGP ആയിരിക്കുന്ന ആൾ, ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്ന ആൾ, ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ആളുകളൊക്കെ നമ്മുടെ മനസ്സിൽ ചില ചിത്രങ്ങളുണ്ട് അവരെ പറ്റി. അവർക്ക് രാഷ്ട്രീയമൊക്കെ ആവാം. അവർ പോടാ പുല്ലേ പോലീസ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയപ്പോ വാസ്തവത്തിൽ പോലീസ് വകുപ്പ് തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തി കാണും. ഇങ്ങനെ ഒരാളാണല്ലോ DGP ആയിട്ട് കേരള പോലീസിനെ നയിച്ചത്, കേരള പോലീസിന്റെ ഏറ്റവും മുകളിൽ കയറിയിരുന്നത് എന്നുള്ളത് അപമാനകരമായ കാര്യമാണ്. അങ്ങനെ അത് മാത്രമല്ല, ഒരു DGP അല്ല, ശ്രീലേഖ മാത്രമല്ല, ഒരു സ്ഥാനാർത്ഥിയായ കൗൺസിലറാണ്, ഇപ്പൊ കൗൺസിലറാണ്. അപ്പൊ എന്തുകൊണ്ട് പറ്റിയ ആളാണ്? കാപ്പ കേസിൽ എന്തിനാ വേറെ ചെയ്യുന്നത്? DGP-യുടെ കീഴിലാണല്ലോ കാപ്പ കേസ് പ്രതി എന്ന് വേണമെങ്കിൽ BJP-ക്ക് പറയാം. അതുകൊണ്ട് നോക്കാൻ പോലീസുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾ മാത്രമല്ല, സെൻകുമാറിന്റെ സ്റ്റേറ്റ്മെന്റും ഒക്കെ ഇതേപോലെ വന്നതാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് പോലീസിനെയും ഭരണകൂടത്തെയും മലീമസമാക്കുന്നതും തെറ്റായ രീതിയിൽ കൊണ്ടുപോകുന്നതും എന്നുള്ളൊരു ഉദാഹരണമാണ് ഈ ശ്രീലേഖയെ പോലുള്ള മുൻ DGP നടത്തിയ ആ മുദ്രാവാക്യം വിളിയും കാര്യങ്ങളും. ഇവർ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത, വൈസ് ചാൻസലർമാരെ പിടിച്ചോണ്ട് പോയി ഗവർണറുടെ കൂടി ഉപദേശം അനുസരിച്ചായിരിക്കില്ല. വൈസ് ചാൻസലർമാർ RSS-ന്റെ ഏറ്റവും പരമോന്നത നേതാവായിട്ടുള്ള ഒരു നേതാവ് പങ്കെടുക്കുന്നതിനകത്ത് പോയിരിക്കുകയാണ്. വൈസ് ചാൻസലർമാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്ന പദവിയിലുള്ള ആളുകളെ, വൈസ് ചാൻസലർമാരെയൊക്കെ നമ്മൾ കാണുന്നത് അവരുടെ പദവിയുടെ അംഗീകാരം എല്ലാവരും അംഗീകരിക്കുന്ന ആളുകൾ, രാഷ്ട്രീയത്തിനൊക്കെ അതീതമാണ്. അവർക്കൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. എപ്പോഴും കേരളത്തിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അന്ന് പഴയ EMS അന്നത്തെ വൈസ് ചാൻസലറെ കാണാൻ, വൈസ് ചാൻസലർ അദ്ദേഹത്തെ കാണാൻ സമയം ചോദിച്ചു. അപ്പോ ഞാനങ്ങ് സെക്രട്ടേറിയറ്റിലേക്ക് വരാം, അല്ലെങ്കിൽ അങ്ങയുടെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു, വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല, നമുക്ക് 2 പേരുടെ സ്ഥലമല്ലാതെ ഒരു സ്ഥലത്ത് കാണാം, അങ്ങനെ ഗസ്റ്റ് ഹൗസ് വെച്ച് കണ്ടു എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രമാണ്. കേരളത്തിൽ വൈസ് ചാൻസലർമാരെ ആദ്യത്തെ തിരുവിതാംകൂർ സർവകലാശാല ആരംഭിക്കുമ്പോൾ വൈസ് ചാൻസലറായിട്ട് ആദ്യം അന്വേഷിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനെ കിട്ടുമോ എന്നാണ്. അന്നത്തെ കേരളത്തിൽ അത്തരം സംഭവങ്ങളൊക്കെ വഴി
ഭീഷണിപ്പെടുത്തി ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയത്തെ തങ്ങളുടെ അനുകൂലമാക്കി മാറ്റുന്ന ആ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാക്കാനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മുതൽ ഇവർ ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ ശക്തമായി കേരളത്തിലെ ജനങ്ങൾ പറയും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ ഓരോന്നും ഞാൻ എടുത്തു പറയുന്നില്ല. പല മാധ്യമങ്ങളും എടുത്തു പറയുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ പൊങ്കാല പോലെയുള്ള ഒരു വളരെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല പോലെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ആചാരം. അത് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം ഈ നഗരം അങ്ങനൊരു സംഭവം നടന്നതിന്റെ അതിന്റെ ഇഷ്ടികയും ചാരവും വിളക്കും അടുപ്പും ഒന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ശുചീകരിക്കുന്ന ഒരു അനുഭവം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. ഇവിടെ ഇപ്പോ പൊങ്കാല കഴിഞ്ഞപ്പോഴും ഇതേ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടു. എത്രയോ വർഷമായി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തിരുവനന്തപുരത്ത് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. തിരുവനന്തപുരത്ത് ഇങ്ങനെ വെള്ളം കയറി എത്രയോ കാലത്തിന് ശേഷമാണ് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസം വന്നു. വെള്ളം ഒഴുകിപ്പോകുന്നതിന് സംവിധാനം മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടത്താത്തതുകൊണ്ട് അത് രാഷ്ട്രീയ തർക്കമൊന്നുമില്ലല്ലോ, ചെയ്യേണ്ടതല്ലോ കോർപ്പറേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഈ കോർപ്പറേഷനിൽ ഇവർ വിചാരിക്കുന്ന ബോംബെ പോലെയോ മറ്റ് നഗരങ്ങളിലൊക്കെ വൻ കോർപ്പറേഷനുകളെ പറ്റി പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അവിടെ ചർച്ചയായിട്ടുള്ള ഒരു വലിയ വിഷയമാണ് കാപ്പ കേസിൽ പ്രതിയായ ഒരു കൗൺസിലർ വീണ്ടും എല്ലാ സംരക്ഷണത്തോടു കൂടി തുടരാൻ, കോടതിക്കകത്താണ് ജയിലിനകത്താണെങ്കിലും എല്ലാ സംരക്ഷണത്തോടു കൂടി തുടരാൻ ശ്രമിക്കുന്ന വാർത്ത. ഇവിടെ നേരത്തെ മാങ്കോട്ട് രാധാകൃഷ്ണൻ ഈശ്വരൻകുട്ടിയും പറഞ്ഞതുപോലെ ഇങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിലറായി നിന്ന അനുഭവമില്ല. കേസുകളൊക്കെ ധാരാളം ഉണ്ടാവും, രാഷ്ട്രീയ കേസുകൾ. ഇവിടുത്തെ കേസുകൾ രാഷ്ട്രീയ കേസല്ല ഈ സുഗതന്റെ പേരിലെന്നുള്ളതാണ്. BJP പറയാൻ ശ്രമിച്ചത് രാഷ്ട്രീയ കേസുകളാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. റിയൽ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളും അടക്കമുള്ള പല കേസും കൊലപാതക ശ്രമം അടക്കമുള്ള കേസുകളൊക്കെ ഉണ്ടെന്നുള്ളത് വാർത്തകൾ വന്നതാണ്. ആ വാർത്തകൾ വന്ന് അങ്ങനെയുള്ള കേസിനകത്തെ പ്രതിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ BJP നേതൃത്വം തയ്യാറാവുന്നത് BJPയുടെ രാഷ്ട്രീയ ലൈൻ അതാണ് എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തെ ഉത്തരേന്ത്യയെ പോലെ ആക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഉത്തരേന്ത്യയിലെ അവരുടെ MP-മാരും മന്ത്രിമാരും എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നാട്ടിലെ ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടും അവിടെ വലിയ ക്രിമിനൽ കേസിൽ പ്രതിയായ ആളുകളെ, ബലാത്സംഗ കേസ്, സ്ത്രീപീഡന കേസ്, അതിനെപ്പറ്റി പരാതി കൊടുത്ത ആളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്, ഇതെല്ലാം ഉണ്ടായ ആളുകൾ മന്ത്രിമാരായി തുടർന്നതും MP-മാരായി തുടർന്നതും നമ്മൾ വായിച്ചതാണ്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ബാലഗോപാൽ, സഖാവ് ജോയി മാങ്കോട്, മറ്റു വേദിയിലും നമ്മുടെ ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് നടത്തിയിട്ടുള്ള ഈ മാർച്ചിന്റെ കാരണങ്ങളും അതിൻ്റെ ആവശ്യങ്ങളും സംബന്ധിച്ചിടത്തോളം മാങ്കോട് രാധാകൃഷ്ണൻ വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സഹ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. നിരവധി ആൾക്കാർ ഇവിടെ സംസാരിക്കുവാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഈ നിലയിലുള്ള ഒരു ഗുണ്ടാത്തലവനും കാപ്പ കേസിലെ പ്രതിയും കോർപ്പറേഷൻ കൗൺസിലറായി ഇരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. വാഴോട്ടുള്ള ജനങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഒരു കാരണവശാലും ഈ ഗുണ്ടാത്തലവനെ പങ്കെടുപ്പിച്ചുകൊണ്ടും കാപ്പ കേസിലെ പ്രതിയെ പങ്കെടുപ്പിച്ചുകൊണ്ടും കൗൺസിൽ യോഗം കൂടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം മേയർ എടുക്കരുതെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാനിവിടെ അഭ്യർത്ഥിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അധികാരമേറ്റെടുത്തപ്പോൾ പാരീസ് ആക്കുമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളെ വെല്ലുവിളിക്കുന്ന നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നൊക്കെ പറഞ്ഞല്ലോ. മൂക്ക് പൊത്തി ഈ നഗരത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലനിൽക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി ഇവിടെ നടന്നിട്ടില്ല. കുടിവെള്ളം കിട്ടുന്നില്ല. ഒരു മഴ പെയ്താൽ തമ്പാനൂരും കിഴക്കേക്കോട്ടയും വെള്ളത്തിനടിയിലാവുകയാണ്. അങ്ങനെ
മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കൈവരിച്ച മുഴുവൻ നേട്ടങ്ങളും ഈ ചെറിയ ഒരു കാലയളവിൽക്കുള്ളിൽ നിങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സംസ്ഥാനത്തെ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ അടക്കമുള്ള അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അടക്കമുള്ള ഓഫീസുകൾ നിങ്ങൾ പോലീസ് പരിശോധിക്കണം. ഞങ്ങൾ ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പ്രിയകരമായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ പ്രതിപക്ഷ യുവ നേതാവ് സഖാവ് KM ബാലഗോപാലാണ്. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സഖാവ് KM ബാലഗോപാലിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അധ്യക്ഷത വഹിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഈ തലസ്ഥാന നഗരത്തിന്റെ അഭിമാനമായ, കേരളത്തിന്റെ അഭിമാനമായിരുന്ന മുൻ മന്ത്രി സഖാവ് V. ശിവൻകുട്ടിയാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. ആശംസാ പ്രസംഗം നടത്തുന്ന നമ്മുടെ V. ജോയ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഈ പ്രവർത്തനങ്ങൾക്കല്ല, ഈ സംഭവം അറിഞ്ഞുടനെ തന്നെ അവിടെ വട്ടിയൂർക്കാവിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാൻ, ഈ വിഷയം ഗൗരവമായി തലസ്ഥാന ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ നേതൃത്വവും നൽകുന്ന സർ V. ജോയ് MLA ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സർ KS ബാബു ISJD നേതാവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർ പാളയം രാജൻ കോൺഗ്രസ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവ് അഗസ്ത്രി പുത്രൻ NCP ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. പീരി മുഹമ്മദ് ജനാധിപത്യ കേരള കോൺഗ്രസ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോത്തൻകോട് വിജയൻ JSS-ന്റെ നേതാവാണ്. പോത്തൻകോട് വിജയനെയും സ്വാഗതം ചെയ്യുന്നു. ALM കാസിം നാഷണൽ ലീഗിന്റെ നേതാവാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സർ TN സീമയുണ്ട്. സർ VK മുരളിയുണ്ട്. VK പ്രശാന്ത് ഉണ്ട്. സഖാ അരുൺ KS ഉണ്ട്. സഖാ ഫിറോസ് ലാലുണ്ട്. ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം മേയറായി. അങ്ങനെയുള്ള ഞങ്ങൾ എല്ലാവരും തന്നെ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഈ നഗരസഭയെ മുന്നോട്ട് നയിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭയായി ഈ നഗരത്തെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇവിടെ BJP-യുടെ നിലവിലെ മേയർ അദ്ദേഹം കാര്യക്ഷമമായി ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്ന് കഴിഞ്ഞ 5 മാസം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ റീലുകൾ എടുക്കുക, അത് നവമാധ്യമങ്ങളിലൂടെ സംപ്രേഷണം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഹോബിയായി മാറിയിരിക്കുന്നത്. നഗരത്തിൽ വെള്ളം കയറിയാൽ അത് മുൻ ഭരണസമിതിയുടെ കുഴപ്പമാണ്. ഏതെങ്കിലും പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാതെ വന്നാൽ അത് മുൻ ഭരണസമിതിയുടെ കുഴപ്പമാണ്. ഇവിടെ എവിടെയെങ്കിലും കോളറ വന്നാൽ അതും മുൻ ഭരണസമിതിയുടെ കുഴപ്പമാണ്. എന്നാ പിന്നെ നിങ്ങളുടെ ജോലി എന്താ? നിങ്ങൾ മര്യാദയ്ക്ക് ജോലി രാജിവെച്ച്, മേയർ സ്ഥാനം രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ ഭരണം നടത്തും. അതിന് കഴിയാത്തവർ റീലിട്ട് മേൽനടിക്കാൻ വേണ്ടി തുനിയരുത്. ഇവിടെ സുഗതൻ എന്ന് പറയുന്ന ഒരു കൊടുങ്കറുള്ളായിട്ടുള്ള കൗൺസിലർ, അദ്ദേഹം കേസിൽ പ്രതിയായി. ഉടൻ തന്നെ വട്ടിയൂർക്കാവ് MLA ആണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്നാണ് ആക്ഷേപം. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഇന്നത്തെ പത്രങ്ങളിൽ ആഭ്യന്തര വകുപ്പ് പുറത്തുവിട്ട കണക്ക് പുറത്തു വന്നല്ലോ. 19 ക്രിമിനൽ കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതെല്ലാം രാഷ്ട്രീയ കേസുകളാണോ? ഒരു പത്രം കൃത്യമായി പറഞ്ഞു 3 കേസുകളെ ഉള്ളൂ പൊളിറ്റിക്കൽ ബന്ധം പറയാൻ പറ്റുന്ന ഒരു കേസ്. അതിൽ ഒരു കേസ് കൊടുത്തതാരാ? BJP-യുടെ ഇവിടുത്തെ പാർലമെന്ററി പാർട്ടിന്റെ ലീഡറായിരിക്കുന്ന ആളാണ് ആ കേസ് കൊടുത്തത്. എന്താ കേസ്? ഈ പറയുന്ന ക്രിമിനലായിട്ടുള്ള ആളുകളെ BJP-യിൽ നിന്നും പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് BJP സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ വട്ടിയൂർക്കാവിലും കൊടുങ്ങാനൂരിലും വാഴോട്ടുകുളത്തും ഒക്കെ സ്ഥാപിച്ചിരുന്നു. ഈ ബോർഡ് ഇദ്ദേഹം വലിച്ചു കയറി. ഈ പടത്തിൽ കാണുന്ന ആൾ വലിച്ചു കയറി. അങ്ങനെ അതിൽ പരാതിപ്പെട്ടുകൊണ്ടാണ് BJP-യുടെ നേതാവ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഈ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്ന് കാണിച്ചുകൊണ്ട് പരാതി കൊടുക്കുകയാണ്. അപ്പൊ രാഷ്ട്രീയ കേസുകളിൽ ഒന്നതാണ്. മറ്റൊന്നേതാ? നമ്മുടെ വാഴോട്ടുകുളത്തൊരു പാപ്പാട് മഹിളാ മന്ദിരവും. ആ മഹിളാ മന്ദിരം വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കെട്ടിടമാണ്. അവിടെ ഉദ്ഘാടനം തീരുമാനിക്കുകയാണ്. ഇതറിഞ്ഞുകൊണ്ട് ഈ കൗൺസിലറുടെ നേതൃത്വത്തിൽ വന്നിട്ട് ഈ കെട്ടിടത്തിന്റെ കതക് പൂട്ടി വേറൊരു താക്കോലിട്ട് പൂട്ടിയിട്ട് സ്ഥലം വിടുകയാണ്. ഇതാണ് രണ്ടാമത്തെ കേസ്. ബാക്കി എല്ലാ കേസുകളും എന്താ? നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസ്, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വധശ്രമ കേസുകൾ,
പല ആളുകളുടെയും മണ്ടയടിച്ച് പൊട്ടിക്കൽ, ഇദ്ദേഹത്തിന്റെ ഗോഡൌണിൽ കൊണ്ടുപോയി പാവപ്പെട്ട മനുഷ്യരെ ക്രൂരമായി മർദ്ദിക്കുകയും പിടിച്ചു വെക്കുകയും ചെയ്യുക, എന്നിട്ട് വീട്ടിൽ പോയി സെറ്റിൽ ചെയ്യും. പല ആളുകൾ ഇപ്പൊ അഭിമുഖം മന്ദിരം വാട്സാപ്പിലൂടെയും മറ്റുമൊക്കെ അഭിമുഖങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രമുഖയായിട്ടുള്ള ഒരു ഗായികയുടെ ഒരു കെട്ടിടം ഇവിടെ ഉണ്ട് കേട്ടോ, CPT ഉണ്ട്. ആ ഗായികയുടെ ഭർത്താവിനെ മർദ്ദിച്ച കേസിലും ഇദ്ദേഹം പ്രതിയാണ്. അതാരാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. അദ്ദേഹം രംഗത്ത് വരണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ എത്രയോ ആളുകളുടെ ഭവനങ്ങളിൽ കയറി അക്രമം നടത്തിയ ലിസ്റ്റുകളിൽ പ്രതിയായിട്ടുള്ളതാണ്.